നമസ്കാരം. ലെമൺ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കയ്യിലിരുന്നതും കടിച്ചു പിടിച്ചതും പോയ അവസ്ഥയിലാണ് CPM. നിലവിൽ തന്നെ CPMന് മുന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന സമയമാണ്. ഇതിനിടയിലാണ് തൃശൂർ കരുവന്നൂരിൽ CPMന് വീണ്ടും ചോദ്യങ്ങൾ. ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതിശക്തമായി തന്നെ CPMന് നേരെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്തുണ്ട്. വരും ദിവസങ്ങളിൽ CPM പ്രതിരോധത്തിലാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകളും CPMന് ഒട്ടും പ്രതീക്ഷ നൽകുന്നതല്ല. 1 കോടി രൂപ ആദായ നികുതി വകുപ്പ് CPMൽ നിന്നും പിടിച്ചെടുത്തിരിക്കുകയാണ്. ബാങ്കിൽ അടയ്ക്കാൻ വന്ന 1 കോടി രൂപ CPMന്റെ കയ്യിൽ നിന്നും ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തതോടെ കണക്കുകൾ നിരത്താനില്ലാതെ, കൃത്യമായ കാര്യങ്ങൾ പറയാനില്ലാതെ എത്ര നാൾ CPMന് മുന്നോട്ട് പോകാനാകുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പണക്കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് CPM പാർട്ടി. 1 കോടി ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തത് അപ്രതീക്ഷിത തിരിച്ചടിയായി. സ്രോതസ് കാണിക്കാൻ CPM ജില്ലാ സെക്രട്ടറിക്ക് കഴിഞ്ഞില്ല. വരും ദിവസങ്ങളിൽ എന്ത് എന്നുള്ളത് CPMന് നിർണായകമാണ്. തൃശൂർ കരുവന്നൂർ കള്ളപ്പണ കേസിൽ പ്രതിച്ഛായ മോശമായ CPM തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് ഇപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ പ്രഹരവും. തെരഞ്ഞെടുപ്പ് കാലത്ത് ചട്ടവിരുദ്ധമായി പിൻവലിച്ച 1 കോടിയുടെ നോട്ടുകൾ തിരികെ നിക്ഷേപിക്കാനെത്തിയപ്പോൾ വീണ്ടും പിടിയിലായത് കനത്ത തിരിച്ചടിയായി. മരവിപ്പിച്ച പാർട്ടി അക്കൗണ്ടിലേക്ക് അനുമതിയില്ലാതെ പണമിടാൻ സ്വകാര്യ കാറിലാണ് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിയത്. ആദായ നികുതി വകുപ്പ് അറിയാതെ പണം നിക്ഷേപിക്കാനായിരുന്നു പദ്ധതി. നിയമോപദേശം കിട്ടിയ ശേഷമാണ് പണം നിക്ഷേപിക്കാൻ എത്തിയതെന്ന് പാർട്ടി നേതാക്കൾ പറയുന്നു. ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിന് സമീപം MG റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖയിൽ നിന്ന് ഏപ്രിൽ 2-ന് 1 കോടി പിൻവലിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഇത്രയും വലിയ തുക പണമായി പിൻവലിച്ചത് ആദായ നികുതി വകുപ്പ് കണ്ടെത്തി. അതോടെ CPMന്റെ അക്കൗണ്ടുകളിലേക്ക് അന്വേഷണവും എത്തി. ബാങ്കിലെ CPMന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി നൽകിയ ആദായ നികുതി റിട്ടേണുകളിലൊന്നും ഈ അക്കൗണ്ടുകളുടെ വിവരങ്ങളില്ലെന്നും KYC രേഖകളും പൂർണ്ണമല്ലെന്നും ആദായ നികുതി വകുപ്പ് അന്ന് വ്യക്തമാക്കി. ഏപ്രിൽ 2-ന് പിൻവലിച്ച പണം ചിലവഴിക്കരുതെന്ന് ആദായ നികുതി വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. 1998 തുടങ്ങിയ ഒരു അക്കൗണ്ടിൽ 5 കോടി 10 ലക്ഷം രൂപയാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 1 കോടി രൂപ സ്ഥിര നിക്ഷേപമാണ്. മറ്റൊരു അക്കൗണ്ടിൽ 10 കോടിയുടെ നിക്ഷേപമുണ്ടെന്നും ആദായ നികുതി വകുപ്പ് പറയുന്നു. മുൻപ് പിൻവലിച്ച 1 കോടി രൂപയിൽപ്പെട്ട അതേ നോട്ടുകളാണ് CPM നേതാക്കൾ ചൊവ്വാഴ്ച തിരികെ നിക്ഷേപിക്കാൻ കൊണ്ടുവന്നത്. അതേ നോട്ടുകളാണെന്ന് ഉറപ്പാക്കി ജില്ലാ സെക്രട്ടറി MM വർഗീസിനോട് ആദായ നികുതി വകുപ്പ് അധികൃതർ ഒപ്പിട്ട് വാങ്ങി. ഇടപാട് സംബന്ധിച്ച് ആദായ നികുതി വകുപ്പ് സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിയെന്നും അല്ലാതെ മറ്റൊന്നുമില്ലെന്നും MM വർഗീസ് പ്രതികരിച്ചു. ബാങ്കിൽ നിന്നിറങ്ങവേ മാധ്യമ പ്രവർത്തകരോടായിരുന്നു പ്രതികരണം. ED ചോദ്യം ചെയ്തതിന്റെ തുടർച്ചയാണിത്, അല്ലാതെ യാതൊന്നുമില്ല. പണം തിരിച്ചടയ്ക്കാൻ സമ്മതിച്ചോ എന്ന ചോദ്യത്തിന് പൈസ അടച്ചോ അടച്ചില്ലയോ എന്നതല്ല പ്രശ്നമെന്നായിരുന്നു മറുപടി.